ക്രിസ്തുയേശുവിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. കഴിഞ്ഞ വീഡിയോകളിൽ നമ്മൾ മനസ്സിലാക്കി ജീവനിലേക്ക് പോകുന്ന ഒരു വാതിലുണ്ട്, അതുപോലെ നാശത്തിലേക്ക് പോകുന്ന ഒരു വാതിലുണ്ട്. ജീവനിലേക്ക് പോകുന്ന വാതിൽ ഇടുക്കമുള്ളതാണ്. ആ വാതിലിലൂടെ അകത്ത് പ്രവേശിക്കുന്നവർക്കാണ് ജീവൻ ഉണ്ടാകുന്നത്. അങ്ങനെ ഈ വാതിലിലൂടെ, ഇടുക്കുവാതിലിലൂടെ അകത്ത് പ്രവേശിക്കുന്നവർ കണ്ടെത്തുന്നത് ക്രിസ്തുവിനെയാണ്. ഈ ക്രിസ്തുവിനെ കണ്ടെത്തുമ്പോഴാണ് ഒരാൾക്ക് ജീവൻ ഉണ്ടാകുന്നത്. ഇവിടെ നാം മനസ്സിലാക്കേണ്ടത്, ഈ ഇടുക്കുവാതിലിലൂടെ അകത്ത് പ്രവേശിക്കുന്നവരാണ് പിതാവിനെയും പുത്രനെയും കണ്ടെത്തുന്നത് എന്നാണ് വചനം പഠിപ്പിക്കുന്നത്. നമ്മൾ ബൈബിള് വളരെ സൂക്ഷ്മമായി പഠിച്ചു കഴിഞ്ഞാൽ ഈ ഇടുക്കുവാതിലിലൂടെ അകത്ത് പ്രവേശിക്കുന്നവരാണ് ക്രിസ്തുവിനെയും അതുപോലെ പിതാവിനെയും കണ്ടെത്തുന്നത്. ഈ ലോകം മനസ്സിലാക്കുന്നത് പോലെയല്ല ബൈബിൾ പഠിപ്പിക്കുന്നത്. വളരെ വ്യത്യസ്തമായ രീതിയിലാണ്. ഈ യഥാർത്ഥത്തിൽ യേശു ഈ ക്രിസ്തുവിനെയാണ് ലോകത്തിന് പരിചയപ്പെടുത്തി കൊടുത്തത്. എന്നാൽ ആരും ഈ ക്രിസ്തുവിനെ തിരിച്ചറിയുന്നില്ല എന്നുള്ളതാണ് നാം ഈ ബൈബിളിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. അങ്ങനെ ഈ ഇടുക്കുവാതിലൂടെ അകത്ത് പ്രവേശിച്ച് ക്രിസ്തുവിനെ കണ്ടെത്തുന്നവരെ കുറിച്ചാണ് വചനം പഠിപ്പിക്കുന്നത്. കൊളോസ്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 27-ാം വാക്യത്തിലൂടെ വചനം പഠിപ്പിക്കുന്നു. അവരോട്, ഈ ജാതികളുടെ ഇടയിൽ ഈ മർമ്മത്തിന്റെ മഹിമാധനം എന്തെന്നറിയിപ്പാൻ ദൈവത്തിന് ഇഷ്ടമായി. ആ മർമ്മം, മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിൽ ഇരിക്കുന്നു എന്നുള്ളത് തന്നെ. അപ്പൊ മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നമ്മുടെ ഹൃദയത്തിലാണ് ഇരിക്കുന്നത്. ഈ ഒരു സത്യം, ഈ ഒരു മർമ്മം നാം കണ്ടെത്തേണ്ടത് നമ്മൾ തന്നെയാണ്. അങ്ങനെ ഈ ഇടുക്കുവാതിലൂടെ അകത്ത് പ്രവേശിക്കുന്നവർക്ക് മനസ്സിലാകുന്നത് അവരുടെ ഹൃദയത്തിലാണ് പിതാവ് വസിക്കുന്നത്, അല്ലെങ്കിൽ ദൈവം വസിക്കുന്നത് അവരുടെ ഹൃദയത്തിലാണ്. അതാണ് നമ്മൾ 2 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 17-ാം വാക്യത്തിൽ മനസ്സിലാക്കുന്നത്. നിങ്ങൾ ദൈവത്തിന്റെ ആലയമെന്നും ദൈവാത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നും നിങ്ങൾ അറിയുന്നില്ലേ? അപ്പൊ നാം തിരിച്ചറിയേണ്ടത്, ഇങ്ങനെ ജീവവഴിയിൽ പ്രവേശിച്ച് ഈ ക്രിസ്തുവിനെ കണ്ടെത്തുന്നവരാണ് പിതാവിനെയും പുത്രനെയും കണ്ടെത്തുന്നത്. അവർക്ക് മനസ്സിലാകുന്നത്, ഈ ഇടുക്കുവാതിലൂടെ അകത്ത് പ്രവേശിക്കുന്നവർ ഗ്രഹിക്കുന്നത് പിതാവും പുത്രനും അങ്ങനെ ഈ നമ്മുടെ ഹൃദയത്തിലാണ് വസിക്കുന്നതെന്ന് തിരിച്ചറിയുന്നത് ഇടുക്കുവാതിലൂടെ അകത്ത് പ്രവേശിക്കുമ്പോഴാണ്. അങ്ങനെ യേശു ഈ ലോകത്തെ പഠിപ്പിച്ചത്, ഈ ഇടുക്കുവാതിലൂടെ അകത്ത് പ്രവേശിച്ച് ക്രിസ്തുവിനെ കണ്ടെത്തി നാം ഓരോരുത്തരും ജീവനുള്ളവരായി തീരണമെന്നാണ്. എന്നാൽ ലോകം ഇത് മനസ്സിലാക്കുകയോ ഗ്രഹിക്കുകയോ ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു ദുഃഖമായിട്ട് അവശേഷിക്കുന്നത്. ഇവിടെ നാം തിരിച്ചറിയേണ്ടത്, ഇങ്ങനെ ഈ ഇടുക്കുവാതിലൂടെ അകത്ത് പ്രവേശിച്ചവരാണ് സ്വർഗത്തിൽ പ്രവേശിച്ചവർ. ഇവിടെ നമ്മൾ യോഹന്നാന്റെ സുവിശേഷം അതിന്റെ 3-ാം അധ്യായം 13-ാം വാക്യത്തിൽ മനസ്സിലാക്കുന്നുണ്ട്, സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന് സ്വർഗത്തിൽ ഇരിക്കുന്നവനായ മനുഷ്യപുത്രനല്ലാതെ ആരും സ്വർഗത്തിൽ കയറിയിട്ടില്ല. ഈ വചനം നമ്മൾ ധ്യാനിച്ചു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്, യേശു സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നു എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. പക്ഷെ ഈ ലോകത്തിലായിരുന്നപ്പോൾ യേശു എപ്പോഴാണ് സ്വർഗത്തിൽ പ്രവേശിച്ചത്? അല്ലെങ്കിൽ സ്വർഗത്തിൽ യേശു കുരിശുമരണം കഴിഞ്ഞ് ഉത്ഥാനം ചെയ്ത് പിതാവിന്റെ ഭവനത്തില് അല്ലെങ്കിൽ പിതാവിന്റെ അടുക്കിലേക്ക് പോയപ്പോഴാണ് യേശു സ്വർഗാരോഹണം ചെയ്തത്. ഈ വചനം പഠിപ്പിക്കുന്നത്, സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന് സ്വർഗത്തിൽ ഇരിക്കുന്നവനായ മനുഷ്യപുത്രനല്ലാതെ ആരും സ്വർഗത്തിൽ കയറിയിട്ടില്ല. അപ്പൊ യേശു എപ്പോഴാണ് ഈ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നതിന് ശേഷം സ്വർഗത്തിൽ പ്രവേശിച്ചത്? ഈ വചനത്തിൽ നിന്ന് നമ്മൾ ഗ്രഹിക്കേണ്ടത്, ഒരു മനുഷ്യൻ ഇടുക്കുവാതിലൂടെ അകത്ത് പ്രവേശിച്ച് പിതാവിനെയും പുത്രനെയും കണ്ടെത്തുന്നവനാണ് യഥാർത്ഥത്തിൽ സ്വർഗത്തിൽ പ്രവേശിച്ചവൻ എന്നാണ് വചനം പഠിപ്പിക്കുന്നത്. അവൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുന്നത് താൻ കണ്ട തന്റെ പിതാവിനെ ഈ ലോകത്തിന് വെളിപ്പെടുത്തി കൊടുക്കുവാനാണ്. അതുകൊണ്ട് ആണ് യേശു പറഞ്ഞത്, ഈ പുത്രനല്ലാതെ ആരും പിതാവിനെ അറിയുന്നില്ല, പിതാവും പുത്രനെ അറിയുന്നു. അവര് പരസ്പരം തിരിച്ചറിയുന്നത് ഈ ഇടുക്കുവാതിലൂടെ അകത്ത് പ്രവേശിച്ചവരാണ്. അവരാണ് ക്രിസ്തുവിൽ പുതിയ സൃഷ്ടിയായി തീർന്നവർ. അങ്ങനെ നാം ഈ വചനങ്ങളിൽ നിന്നെല്ലാം നാം ഗ്രഹിക്കേണ്ടത്, യേശു ഈ ലോകത്തെ പഠിപ്പിച്ചത് നാം ഇടുക്കുവാതിലൂടെ അകത്ത് പ്രവേശിച്ച് പിതാവിനെ കണ്ടെത്തണം. അതുപോലെ ഇടുക്കുവാതിലൂടെ അകത്ത് പ്രവേശിച്ച് ക്രിസ്തുവിനെ കണ്ടെത്തി ക്രിസ്തുവിൽ നിന്ന് ജീവൻ പ്രാപിക്കണം എന്നാണ്. വീണ്ടും യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം 11-ാം വാക്യത്തിലൂടെ വചനം പഠിപ്പിക്കുന്നത്, ഞാൻ നല്ല ഇടയനാകുന്നു, നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി തന്റെ ജീവനെ കൊടുക്കുന്നു. ഇവിടെ ലോകം മുഴുവൻ മനസ്സിലാക്കിയിരിക്കുന്നത്, അല്ലെങ്കിൽ ലോകം ആ വചനത്തിൽ നിന്ന് ഗ്രഹിക്കുന്നത്, യേശു നല്ല ഇടയനാണ്. നല്ല ഇടയനായ യേശു
കാൽവരി മലയിൽ കുരിശിൽ മരിച്ചപ്പോൾ നമുക്ക് വേണ്ടി തന്റെ ജീവനെ നൽകിയെന്നാണ്. എന്നാൽ ആ അറിവ് തെറ്റായ ഒരു അറിവാണ്. യേശു നമുക്ക് വേണ്ടിയാണ് കാൽവരി മലയിൽ മരിച്ചത്. പക്ഷേ യേശു മരിച്ചത് ഈ സ്വയമായിട്ട് യേശു കാൽവരി മലയിൽ കുരിശുമരണം പ്രാപിച്ചതല്ല, യഹൂദന്മാർ അവരുടെ ശിക്ഷാവിധി നടപ്പാക്കിയതാണ്. യേശു യഥാർത്ഥമായിട്ട് നമുക്ക് നൽകിയത് ജീവന്റെ വചനമാണ്. അങ്ങനെ ജീവന്റെ വചനം നമുക്ക് നൽകിയപ്പോഴാണ് നമ്മൾ ജീവനുള്ളവരായി തീർന്നത്. അങ്ങനെ യേശു പിതാവിൽ നിന്ന് സ്വീകരിച്ച ആ ജീവന്റെ വചനമാണ് ഈ ലോകത്തിലെ തന്റെ നല്ല നല്ല ആടുകൾക്ക് വേണ്ടി, അല്ലെങ്കിൽ തന്റെ ആടുകൾക്ക് വേണ്ടി യേശു നൽകിയത്. യേശുവിന് പിതാവ് നൽകിയ ആ ജീവന്റെ വചനമാണ്. ആ ജീവന്റെ വചനം സ്വീകരിച്ചാണ് യേശു ജീവനുള്ളവനായി തീർന്നത്. അങ്ങനെ യേശുവിന് ലഭിച്ച ആ ജീവന്റെ വചനമാണ് നമുക്ക് യേശു നൽകിയത്. അതാണ് യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായത്തിൽ നാം മനസ്സിലാക്കുന്നുണ്ട്, അങ്ങ് എനിക്ക് നൽകിയ വചനം ഞാൻ അവർക്ക് നൽകി. അപ്പൊ യേശു ഈ ജീവന്റെ വചനമാണ് നമുക്ക് നൽകിയത്. അങ്ങനെ ജീവന്റെ വചനം നൽകിയപ്പോഴാണ് നമുക്ക് ജീവൻ ഉണ്ടായത്. വീണ്ടും അതിന്റെ യോഹന്നാന്റെ സുവിശേഷം തന്നെ 10-ാം അധ്യായം 10-ാം വാക്യത്തിലൂടെ പഠിപ്പിക്കുന്നു, അറപ്പാനും മുടിപ്പാനും അല്ലാതെ കള്ളൻ വരുന്നില്ല, ഞാൻ വന്നിരിക്കുന്നത് അവർക്ക് ജീവൻ ഉണ്ടാകുവാനും അത് സമൃദ്ധമായിട്ടുണ്ടാകുവാനുമാണ്. ഇവിടെ നാം മനസ്സിലാക്കേണ്ടത്, എങ്ങനെയാണ് നമുക്ക് ജീവനുണ്ടായി ആ ജീവൻ സമൃദ്ധമായിട്ടുണ്ടാകുന്നത്? അതാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. അപ്പൊ ഇവിടെ നാം തിരിച്ചറിയേണ്ടത്, ഈ ജീവൻ ഉണ്ടാകുവാനും അത് സമൃദ്ധമായിട്ടുണ്ടാകുവാനും എന്ന് യേശു പഠിപ്പിച്ചത് ഈ ജീവന്റെ വചനം അത് നമ്മുടെ ഹൃദയത്തിൽ സമൃദ്ധമായിട്ട്, അല്ലെങ്കിൽ അനേക ജീവന്റെ വചനം കൊണ്ട് നമ്മുടെ ഹൃദയം നിറയ്ക്കണമെന്നാണ് യേശു ഈ വചനത്തിലൂടെ ഉദ്ദേശിച്ചത്. അതാണ് അവർക്ക് ജീവൻ ഉണ്ടാകുവാനും അത് സമൃദ്ധമായിട്ടുണ്ടാകുവാനുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പൊ ഈ ജീവന്റെ വചനം നമ്മൾ ഹൃദയത്തിൽ സ്വീകരിച്ച് നമ്മൾ ജീവനുള്ളവരാകണം. അങ്ങനെ ഈ ജീവന്റെ വചനം കൊണ്ട് നമ്മളുടെ ഹൃദയം നിറയ്ക്കണമെന്നാണ് വചനം പഠിപ്പിക്കുന്നത്. അതാണ് അങ്ങനെ ജീവന്റെ വചനം നമ്മുടെ ഹൃദയത്തിൽ നിറഞ്ഞു കഴിയുമ്പോഴാണ് അതൊരു ഉറവയായി ജീവന്റെ ജലമായി, അല്ലെങ്കിൽ ജീവന്റെ അരുവിയായി ഇത് പുറത്തു വരുമെന്ന് യേശു യോഹന്നാന്റെ സുവിശേഷത്തിൽ പഠിപ്പിച്ചത്. ഈ സമൃദ്ധമായിട്ട് ജീവൻ ഉണ്ടാകുന്നത് ഈ ജീവനുള്ള വചനം നമ്മൾ ഹൃദയത്തിൽ നിറയ്ക്കുമ്പോഴാണ്, അല്ലെങ്കിൽ ജീവനുള്ള വചനം കൊണ്ട് നമ്മുടെ ഹൃദയം നിറയുമ്പോഴാണ് നമ്മൾ സമൃദ്ധമായ ജീവനുള്ളവരായി തീരുന്നത്. ഈ വചനത്തിലൂടെയാണോ ജീവൻ ഉണ്ടാകുന്നത് എന്ന് നമുക്ക് അടുത്ത വീഡിയോയിൽ മനസ്സിലാക്കാം. നമുക്ക് ഇന്ന് ഇത്രയും പഠിച്ചാൽ മതി. നമ്മള് ക്രിസ്തുവിനെ കുറിച്ചാണ് മനസ്സിലാക്കുന്നത്. ഈ ക്രിസ്തു ഒരു വ്യക്തിയുടെ ഹൃദയത്തിൽ വരുമ്പോഴാണ് അവന് ജീവൻ ഉണ്ടാകുന്നത്. അങ്ങനെ ക്രിസ്തുവിൽ പുതിയ സൃഷ്ടിയായി തീരുന്നവരാണ് ദൈവത്തിൽ നിന്ന് ജനിച്ചവര്. അതൊക്കെ നമുക്ക് തുടർന്നുള്ള വീഡിയോകളിൽ മനസ്സിലാക്കാം. നമുക്ക് ഓരോരുത്തർക്കും ഈ ജീവന്റെ വചനം സ്വീകരിച്ച് ജീവനുള്ളവരായി, അങ്ങനെ സമർത്ഥമായി ജീവനുള്ളവരായി തീരാം. അതിന് ഈ ദൈവത്തിന്റെ ഈ സത്യവചനം, ഈ ജീവനുള്ള വചനം നമ്മുടെ ഹൃദയത്തിൽ സ്വീകരിച്ച് നമുക്ക് ഈ ജീവനുള്ള വചനം ഹൃദയത്തിൽ നിറച്ച് നമുക്ക് ജീവനുള്ളവരായി തീരാം. അതിന് ദൈവം നിങ്ങളെല്ലാവരെയും ഈ ജീവന്റെ വഴിയിലേക്ക് വഴി നടത്തട്ടെ. അതിന് ദൈവം നിങ്ങളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കുകയും അതിനുവേണ്ടി ദൈവം നിങ്ങളെ ഓരോരുത്തരെയും ശക്തീകരിക്കുകയും ചെയ്യട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു.